പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ നിമിഷം നമ്മൾ ആഗ്രഹിക്കുന്നത് എം വി നികേഷ് കുമാറിൻ്റെ ഒരു സാന്നിധ്യം കൂടിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ സജീവ മാധ്യമപ്രവർത്തകനല്ല, സജീവ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ 14 വർഷത്തെ മാധ്യമപ്രവർത്തനം, അതായത് റിപ്പോർട്ടർ ടി വിയിൽ വന്നതിന് ശേഷമുള്ള ആ കാലം, ഇന്ത്യ വിഷനിലുള്ള കാലമൊക്കെ പ്രേക്ഷകർ ഓർമ്മിച്ചെടുക്കുന്നുണ്ടാവും. മുഖം നോക്കാതെ ആർജവത്തോടുകൂടി ധൈര്യത്തോടുകൂടി നിവർന്നു നിന്ന് ഈ മൈക്കിങ്ങിന് നെഞ്ചോടെ ചേർത്ത് പിടിച്ചു പറയണം എന്ന് നമ്മളോടൊക്കെ പറഞ്ഞത് എം വി നികേഷ് കുമാറാണ്. അദ്ദേഹത്തെ ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മിക്കുകയാണ്. ഇന്ന് അദ്ദേഹം നമുക്കൊപ്പം മാധ്യമപ്രവർത്തനത്തിന്റെ മേഖലയിലില്ല, അദ്ദേഹം സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുന്നു. വി മിസ് യു എം വി നികേഷ് കുമാർ. ഒരാളെ കൂടി പറയാനുണ്ട്, അനിൽ അയിരൂർ എന്ന് പറയുന്ന ഈ ഒരു സാങ്കേതിക വിദ്യയിൽ ഈ ചാനലിന് അടിത്തറയിട്ട് തരാൻ നമുക്കൊപ്പം ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളും, അതായത് ഈ ചാനലിന്റെ ട്രാക്ക് നിശ്ചയിച്ചവരിൽ വളരെ പ്രമുഖരാണ് ഇവരൊക്കെ. അനിൽ അയിരൂരിനെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ലല്ലോ. ഇതിന്റെ ഒരു ഡിസൈൻ എന്താണ് എന്ന് അനിൽ അയിരൂരാണ് നമുക്ക് തന്നത്. തീർച്ചയായിട്ടും അനിൽ അയിരൂർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. വി മിസ് യു റിയലി അനിൽ അയിരൂർ. നമുക്കൊപ്പം ജിമ്മി ജെയിംസ്, അതേപോലെ ഉണ്ണി ബാലകൃഷ്ണൻ, ഡെഫിനറ്റ്ലി ഉണ്ണി ബാലകൃഷ്ണൻ നമ്മളുടെയൊക്കെ യഥാർത്ഥത്തിൽ ഞങ്ങളുടെയൊക്കെ മൂത്ത ജ്യേഷ്ഠനാണ്. ഞങ്ങൾ ഇപ്പോഴും മിസ് ചെയ്യുന്നത് നോക്കൂ സുജയ എന്ന് പറയുന്ന നോക്കൂ സ്മൃതി എന്നുള്ള നമ്മുടെ വിശകലനങ്ങൾ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഞങ്ങളും പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വീട് അവിടെയാണ്. അദ്ദേഹത്തിന് പഴയ തട്ടകത്തിൽ അദ്ദേഹം തിരിച്ചുപോയി. അപ്പം സ്നേഹം റിപ്പോർട്ടർ ടി വിന്ന് വിട്ടുപോയവരൊക്കെ അവരുടേതായ ചെറിയ ആവശ്യങ്ങളൊക്കെ കണ്ട് വിട്ടുപോയതാണ്. നമ്മളുമായിട്ട് നല്ല ബന്ധം ഇപ്പോഴും സൂക്ഷിക്കുന്നവരാണ്. അതെ, അപ്പം സ്നേഹം ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ, വി റിയലി മിസ് യു. എം വി നികേഷ് കുമാർ, അനിൽ അയിരൂർ, ഉണ്ണി ബാലകൃഷ്ണൻ. ഒപ്പം ജിമ്മി ജെയിംസ് നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന പുതിയ ഞങ്ങളുടെ സഹപ്രവർത്തകനാണ്, സുഹൃത്താണ്. ജിമ്മി എൻ ടി വിയിൽ നിന്ന് തുടങ്ങി, എനിക്കൊന്ന് എൻ ടി വിയിലല്ലേ തുടങ്ങുന്നത്, എൻ ടി വിയിൽ നിന്ന് തുടങ്ങി ഏഷ്യാനെറ്റിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട, ഇപ്പോഴും ഏറ്റവും നല്ല അഭിമുഖങ്ങളിലൊന്ന് ജിമ്മി ചെയ്യുന്ന അഭിമുഖമാണെന്ന് പല ആളുകളും എന്നോട് പറയാറുണ്ട്. ജിമ്മിയുടെ അഭിമുഖത്തിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിലെ അഭിമുഖങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ജിമ്മി, വെൽക്കം ടു ദ ടീം. ജിമ്മി എത്തുമ്പോഴേക്കും നമ്മൾ 1ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. നിർത്തിക്കൊണ്ടുകൊണ്ട് ഉത്തരവാദിത്വം ഇനി ജിമ്മിയുടെയും കൂടിയാണ്. ഈ ടീമിലെ ന്യൂ കമറാണ് ഞാൻ. പുറത്തു നിന്ന് റിപ്പോർട്ടറെ കണ്ട ഒരു കാലം, നികേഷ് കോളേജിൽ എൻ്റെ സീനിയറാണ്. അപ്പോൾ ഇന്ത്യ വിഷൻ റിപ്പോർട്ടർ, ഈ റിപ്പോർട്ടിന് റീലോഞ്ച്, ഈ സമയത്തൊക്കെ ഞാൻ കാണുന്നൊരു സാധനം, ഈ വാർത്തയുടെ വേഗത കൂടി ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഇതിൽ കൂടുതൽ വേഗത പറ്റില്ല. അപ്പോഴാണ് സാങ്കേതിക വിദ്യയിലെ വലിയ വിപ്ലവമായിട്ട് റിപ്പോർട്ടർ ടി വി വരുന്നത്. ഓക്കെ, അങ്ങനെയും ഒരു പോസിബിലിറ്റി ഉണ്ടല്ലേ, അങ്ങനെ ഒരു പുതിയൊരു മുഖം തുറക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകരെ ആലോചിക്കുന്നതിലൂടെ ഞാനും ആലോചിക്കുന്നുണ്ട്, ഇനി എന്താണ് അടുത്തത് വരാൻ പോകുന്നത്. അങ്ങനെ ഈ സീൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാർക്ക് റേറ്റിംഗ് എല്ലാ നിമിഷവും ആളുകളുടെ മുമ്പിലേക്ക് എത്തുന്ന ഒരു സാധനമായി മാറുന്നു. അതിനോടൊപ്പം ഒരു സാധനം കൂടെ എപ്പോഴും പ്രധാനപ്പെട്ടതാണ്, ക്രെഡിബിലിറ്റി. അതും ഓരോ നിമിഷവും കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ മുമ്പിലുണ്ട്. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിനോട് ജനങ്ങൾ കാണിക്കുന്ന ഒരു വിശ്വാസം, അത് ആ മാധ്യമ സ്ഥാപനം നമ്മുടെ ക്രെഡിബിലിറ്റി നിലനിർത്തുന്നതിൻ്റെ കൂടെ ഒരു ഉത്തരവാദിത്വമായിട്ട് മാറുകയാണ്. സോ ക്രെഡിബിലിറ്റി മാറ്റേഴ്സ് ആൻഡ് we are here, I suppose, because we are credible also. Okay, thank you. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഇംഗ്ലണ്ടിലെ കൽക്കരി ഖനികളിലൊക്കെ ഖനിയിൽ കുഴിക്കാനിറങ്ങുന്ന തൊഴിലാളികൾക്ക് മുൻപ് കാനറി പക്ഷികളെ പറത്തിവിടുമായിരുന്നു അത്രേ. ആ പക്ഷികൾ തിരിച്ചു വന്നാൽ മാത്രമാണ് ആ മൈനുകളിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാൻ കഴിയൂ. അതായത് ഒരു ജനാധിപത്യം പോലെ, പ്രാണവായു പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് മാധ്യമങ്ങൾക്ക് അവിടെയുള്ള സ്വാതന്ത്ര്യവും. അപ്പോൾ കാനറി പക്ഷികൾക്ക് എങ്ങനെയാണോ ഓക്സിജൻ മൈനുകളിൽ കിട്ടുന്നത്, അതുപോലെയാണ് നമ്മൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓക്സിജനും. അത് പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. എങ്ങനെയാണ് കാനറി പക്ഷികൾക്ക് മൈനുകളിൽ താഴെ പറന്നിറങ്ങാൻ കഴിയുന്നത്, ഓക്സിജൻ കിട്ടുന്നത്, അതുപോലെയാണ് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണയുമായി പ്രേക്ഷകർ നൽകുന്ന സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും. അത് തുടർന്നും തുടരുക.